ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും അനാമികയും കൂടെ ഒരു കാറിൽ ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ അനാമിക സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പറയുന്നുണ്ട്, നിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് അനി. അപ്പോൾ അനി മനസ്സിലായിരിക്കുകയാണ്, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നിട്ട് എനിക്ക് നേരെ തിരിഞ്ഞ് അവൾ ചോദിക്കുകയാണ്, നിനക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അനി പെട്ടെന്ന് പറയും, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിന് നീ ഉത്തരം തരാത്തത്? പെട്ടെന്ന് അനിയൊന്ന് പതറുകയാണ്. അപ്പം അനാമിക ചോദിക്കുന്നുണ്ട്, ഒരു പെണ്ണായിട്ട് കൂടി ഞാൻ എൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചില്ലേ? അപ്പം അനി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിക്കുന്നുണ്ട്, അത് കുറച്ച് വേഗത്തിലായി പോയോന്ന് എൻ്റെ സംശയം. എന്ന് വെച്ചാൽ എടോ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഇല്ലേ? നീ ഇതെപ്പോഴും പറയുന്നുണ്ടല്ലോ. അനാമിക കുറച്ചൊരു നീരസത്തോടെ ചോദിക്കുകയാണ്. അപ്പം അനിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ, പറയാനുള്ളത് എപ്പോഴായാലും പറയണ്ടേ. അപ്പം അനാമിക പറയാണ്, എനിക്കൊരു യെസ് ഓർ നോ ആണ് കിട്ടേണ്ടത്. നോ പറഞ്ഞാൽ ഞാനങ്ങ് ഒഴിഞ്ഞു പോയിക്കോളാം. ഇത്തിരി വേദനിക്കുമെങ്കിലും ഞാൻ പിന്നെ നിന്നെ ശല്യം ചെയ്യില്ല. അപ്പോൾ എങ്ങോട്ടും നോക്കാത്തൊരു രീതിയിൽ അനി പറയാണ്, അങ്ങനെ നോ പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സന്തോഷത്തോടു കൂടി തന്നെ അനാമിക പറയാണ്, എങ്കിൽ പിന്നെ യെസ് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവും. അനി കുറച്ച് വിഷമത്തോടു കൂടി പറയാണ്. അപ്പോൾ അനാമിക ചോദിക്കണ്ട, എന്താ അപ്പോൾ കാര്യങ്ങൾ സീരിയസ് ആവണ്ടേ? എടോ, എനിക്കതിനൊന്നും വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അനാമിക ദേഷ്യം വരികയാണ്, നീ എവിടുത്തെ ആണടാ, എവിടുത്തെ കവിയാ? അനിയൊന്നും പറയാതെ ഇങ്ങനെ മുഖം തിരിക്കുകയാണ്. എന്നിട്ട് അവനും മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ എൻ്റെ മനസ്സിലും വരുന്നത്. ഇതുപോലത്തെ പെൺകുട്ടികളുണ്ടോ? അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നേ? ആലോചിച്ചുത്തരം പറയേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. ആലോചിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇതുവരെ ആലോചിക്കാഞ്ഞത് എന്താ? അപ്പം അനി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ നവ്യടത്തിയെ കാണാതായി. അപ്പം അനാമിക പറയുന്നുണ്ട്, ആ സംഭവം അറിഞ്ഞ ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഗുണ്ടയോട് നീരസമൊന്നും തോന്നിയില്ല. അപ്പം അത്ഭുതത്തോടെ അനി ചോദിക്കുന്നുണ്ട്, അതെന്താ തോന്നാതിരുന്നത്? എടോ, നവ്യടത്തി ഒരു ഭാര്യയാ, ഏട്ടത്തിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അപ്പം അനാമിക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേണമെന്ന് അയാൾ വാശി പിടിക്കുന്നുണ്ടല്ലോ, അതാണ് പ്രണയത്തിൻ്റെ ശക്തി. അപ്പം അനി പറയുന്നുണ്ട്, എടോ, അതിന് അയാൾക്ക് നവ്യേടത്തെയാണ് ഇഷ്ടം, ഏട്ടത്തിക്ക് തിരിച്ചില്ല. അപ്പോൾ അവൾ കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് പറയുന്നുണ്ട്, ഓ, ഇവിടുത്തെ അനിയെ പോലെ അല്ലേ? അപ്പം അനി പറയാണ്, ഞാനൊരു തർക്കത്തിനില്ല, എന്നാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് നിൻ്റെ വീട്ടിലോട്ട് വരട്ടെ? അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുകയാണ്, തൊലഞ്ഞു, ഇവളിത് എന്ത് ഭാവിച്ചാ? അപ്പം അനി മുഖം തിരിച്ച് കണ്ടപ്പോൾ അവൾ ചോദിക്കുകയാണ്, അതിനും മറുപടിയില്ലേ? അതിപ്പോൾ ഞാൻ എന്ത് പറയാനാ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നാൽ നീ ഇനി ഒന്നും പറയണ്ട, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അനി ആകെ സാഡാവുകയാണ്. അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് പോവാം? അനി മനസ്സില്ലാതെ ആകെ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ പറയാണ്, പോവാമെന്ന്. നയന അനന്തപുരിയിലും ഹാളിലിരുന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ആലോചിക്കുകയാണ്. ഗുണ്ടകളൊക്കെ ഇടിച്ചിടാനും അതുപോലെ അവർക്ക് മുന്നിൽ നിന്നിട്ട് ആ ഒരു ഹീറോയെ പോലെ നിന്നിട്ടുണ്ടായിരുന്ന ആദർശിൻ്റെ ആ ഒരു രൂപവും ഭാവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവിടെ ചെന്ന സമയത്ത് അമ്മയെയും നവ്യേടത്തെയും രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗുണ്ടകൾക്ക് നേരെ നിന്നിട്ട് അവരോട് തർക്കിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ തല്ലുകയും ഒക്കെ ചെയ്ത് ആ ഒരു വീരശൂര പരാക്രമങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും തല്ലി ശരിപ്പെടുത്തിയതിന് ശേഷം വെട്ട് സതീശൻ വന്നിട്ട് ആദർശിൻ്റെ കാലിൽ വീഴുന്നുണ്ടായിരുന്നു, ഇനി എന്നെ തല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് നവ്യ, അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നിന്നെ പോലെയുള്ളവന്മാരെയൊക്കെ ചവിട്ടി കൊല്ലുക വേണ്ടത്. അപ്പോൾ ആദർശിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന നയനയുടെ അടുത്തേക്ക് ആദർശ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദർശ് നയനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ നയന ഈ ലോകത്തൊന്നല്ലാന്ന് മനസ്സിലായപ്പോൾ ആദർശ് വിളിക്കുകയാണ്, ഹലോ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആകെ മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുക. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എല്ലാവരും എല്ലാവരുടെ മനസ്സിലുള്ളതൊക്കെ പറയാറുണ്ടോ, പിന്നെ ഇതിനിപ്പോൾ ഞാൻ മാത്രം പറയുന്നേ? അപ്പോൾ ആദർശ് പേപ്പർ എടുത്തിട്ട് അവിടെ വായിക്കാന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കതിന് കേൾക്കാനുള്ള താല്പര്യവും ഇല്ല. അപ്പം നയന കുറുമ്പോടെ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? അപ്പോൾ ആദർശ് പറയും, അതേ, നാവുള്ളത് കൊണ്ട്. അപ്പം നയന പറയും, എന്നാൽ പിന്നെ തലച്ചോറുള്ളത് കൊണ്ടാണ് ഞാനും ഓരോന്ന് ആലോചിച്ചത്. അപ്പോൾ ആദർശ് ഒരു എന്താ പറയുക, കുറുമ്പോട് കൂടി പരിഹസിക്കാൻ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നയനയുടെ അടുത്ത്. അതായത് സ്നേഹത്തോടു കൂടി നമ്മളിങ്ങനെ തല്ലുപിടിക്കുമല്ലോ, ആ ഒരു രീതിയിൽ. അപ്പം ആദർശ് പറയാണ്, അതെ, ഒരു വല്ലാത്ത തലച്ചോറാണ്, മറ്റുള്ളവരെ തലവേദന പിടിപ്പിക്കുന്നൊരു തലച്ചോറ്. അപ്പം നയനയും പറയുന്നുണ്ട്, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല, ആർക്കും ഒരു തലവേദന ഉണ്ടാക്കാറില്ല, ഞാൻ പോലും അറിയാതെ ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ആദർശ് പേപ്പർ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അപ്പച്ചിയൊക്കെ പറയുന്നത് ശരിയാ, നീയും നിൻ്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് എനിക്കാരെയും തല്ലേണ്ടി വന്നിട്ടില്ല. അപ്പം നയനയും പറയും, കളരിപ്പയറ്റ് പോലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ഇളയമ്മ പറയുന്നു കേട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് പ്രയോഗിക്കാനുള്ളൊരു അവസരം വരണ്ടേ? അതിന് വേണ്ടിയിട്ട് ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഓഹോ, ഇപ്പം അങ്ങനെയായോ? അപ്പം നയനെ അത് കേട്ടിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നയനക്ക് ആ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇടനിലക്കാരൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആദർശിനോട് നയന കണ്ണുകൊണ്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പം ആദർശ് വേഗം ബഹുമാനത്തോടെ എഴുന്നേൽക്കുകയും അയാളകത്ത് വന്നപ്പോൾ അയാളോട് ഇരിക്കാൻ പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം അയാൾ ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്, എനിക്ക് ഒരുപാട് എന്താ പറയുക അഭിനന്ദനങ്ങളൊക്കെ കിട്ടി ക്ഷേത്ര കമ്മിറ്റിയുടെ വക. പ്രതീക്ഷിച്ച പോലെ ആ ദിവസത്തേക്ക് തന്നെ
വർക്കൊക്കെ തീർക്കാൻ പറ്റിയത് മോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് സാധിച്ചതാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രതിമകളൊക്കെ ആദർശ് സാറിൻ്റെ ആ ഒരു നേരത്തെ പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ടാണ് തിരിച്ച് കിട്ടാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്കിന്ന് ഇതേപോലെ നിൽക്കാനും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ രണ്ടുപേരെയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുകയാണ്. മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അത് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് വേണ്ട ആദർശേട്ടാ, ഇനി ഇങ്ങനെ ഒരു വലിയ വർക്ക് ചെയ്യേണ്ട, അച്ഛനെ കൊണ്ട് പറ്റുന്നത് കൊടുത്താൽ മതി എന്ന് അയാളോട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് മൂപ്പർക്ക് വർക്ക് അറിയായിട്ടല്ല, മൂപ്പരാണ് മോളുടെ ഗുരു എന്നൊക്കെ അറിയാം, പക്ഷേ മൂപ്പരുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണമല്ലോ, ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചെയ്ത് തീർക്കാൻ ആ സമയത്ത് പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനൊന്നും നയന പെട്ടെന്ന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ആദർശിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നയന പറയുന്നുണ്ട് വേണ്ട, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് എനിക്കങ്ങനെ എൻ്റെ വീട്ടുകാരെ സഹായിക്കണം എന്നില്ല എന്നൊക്കെ. അപ്പം ഫൈനലി അയാൾ പറയുകയാണ് ഞാൻ അന്ന് ചെയ്ത വർക്കിൻ്റെ ബാക്കിയുള്ള പേയ്മെൻറ്റും കൊണ്ട് വന്നതാണ്. അപ്പം അവർ പറയുകയാണ് അത് വീട്ടിലല്ലേ എന്നെ കൊണ്ടു കൊടുക്കേണ്ട, അവിടെ കൊടുത്താൽ പോരായിരുന്നു ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് അതിനേക്കാൾ അർഹർ നിങ്ങൾ രണ്ടുപേരുമാണെന്ന് തോന്നി, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ടാണ് മോൾക്ക് കൊണ്ടുതരാൻ വേണ്ടിയാണ് വന്നത്, മോളുടെ ഒരു മാസത്തെ അധ്വാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയാണ്. അപ്പം നയന പറയുന്നുണ്ട് അപ്പം അത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു, അപ്പോൾ ആദർശേട്ടൻ്റെ ആ ഒരു സമയത്ത് നല്ലൊരു ഒരു ഇതുകൊണ്ടാണ്, ധൈര്യം കൊണ്ടാണ് നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റിയതുകൊണ്ട് ആദർശേട്ടന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തല്ലി പിടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് തരാമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് രണ്ടുപേർക്കും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരും സന്തോഷത്തോടെയും പുഞ്ചിരിയോടും കൂടിയാണ് അത് വാങ്ങിക്കുന്നത്. അതിനുശേഷം പുതിയ വർക്കുകൾ ഉണ്ട് പറ്റുവാണെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അപ്പം അയാൾ പോയതിന് ശേഷം നയനക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അപ്പം നയന വേഗം തന്നെ ആദർശിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പം കുറച്ച് നേരം ആദർശ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ആദർശ് സ്ഥലകാല ബോധം വന്ന പോലെ പറയുന്നുണ്ട് നീ എന്തേ ചെയ്യുന്നത്, പരിസര ബോധമൊന്നും ഇല്ലെന്ന്. അപ്പം നയന പുഞ്ചിരിച്ചോണ്ട് പറയുന്നുണ്ട് സോറി എനിക്ക് പരിസരമൊക്കെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആദർശത്തിൻ്റെ പ്രണയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ചെറുതായിട്ട് ആദർശ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പരിസര ബോധം ഉള്ളത് കാരണം അവനതിനെ വിലക്കുകയാണ്. പണം കിട്ടിയപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, നയന പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് പണം കിട്ടിക്കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്കുണ്ട് ഭർത്താക്കന്മാർ അമിതമായിട്ടുള്ള സ്നേഹം. അപ്പോൾ നയന പറയാണ് ഇത് പണം കിട്ടിയതിൻ്റെ സ്നേഹമല്ല, എന്നോടും എൻ്റെ കുടുംബത്തോടും കാട്ടിയ ആത്മാർത്ഥതയ്ക്കുള്ള സ്നേഹമാണ്. എനിക്കറിയാം ഈ ഹൃദയം നിറയെ എന്നോടുള്ള സ്നേഹമുണ്ടെന്ന്, പിന്നെ ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ എന്താ കുഴപ്പം. അപ്പോൾ അതൊക്കെ കേട്ട് ആദർശ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ആദർശ് പറയാണ് ശരി ശരി ശരി, ഇനി ആ ചെക്ക് എവിടെയും കൊണ്ടുപോയി കളയാതെ എടുത്ത് സൂക്ഷിച്ച് വെക്ക്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലർ നിൻ്റെ വീട്ടിലുണ്ടെന്ന കാര്യം ഓർമ്മിക്കണം. അപ്പം നയന പറയുന്നുണ്ട് ഇനി ഇതിപ്പോൾ ആദർശേട്ടൻ എടുത്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആദർശ് ചോദിക്കും അപ്പോൾ കടം, അത് അമ്മയച്ഛനും വീട് വിട്ടിട്ടായാലും വീട്ടിക്കോളും. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയാണ് അതെ, ഇനി ഞാൻ കാരണം ആരുടെയും വീടൊന്നും വിൽക്കണ്ട, എനിക്കെന്തായാലും ഈ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പം കടം ഒരുപാടുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ അത് വീട്ടാനും ഞാൻ ഒരുക്കാം. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സമ്പാദ്യങ്ങൾ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല ശീലമല്ലല്ലോ, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ആദർശം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒന്ന് തിരിഞ്ഞ് വന്നിട്ട് ആദർശം തന്നെ നോക്കുകയാണ് സ്നേഹത്തോടു കൂടി. അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എന്തേ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വീണ്ടും തിരിച്ചു പോകുന്നത്. അബി ആകെ കൂടെ അപ്സെറ്റായിട്ടാണ് ഉമ്മറത്തിരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എടാ തലക്ക് താമസമില്ലാത്ത നിൻ്റെ തല പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് തന്നെയായിരുന്നു നല്ലത്, ഇപ്പം എനിക്ക് നിൻ്റെ തല അടിച്ചു പൊളിക്കാനാണ് തോന്നുന്നത്, ഇതുപോലെ ഭൂലോക തോൽവിയ ഒരു മകനെ ആർക്കും കിട്ടിക്കാണില്ലടാ. അബിയൊക്കെ കേട്ട് നിൽക്കുകയാണ് അമ്മ പറയുന്നത്, കാരണം തിരിച്ചു പറയാൻ വാക്കുകളൊന്നുമില്ല. അപ്പോഴും ജലജ പറയുന്നുണ്ട് ഗോൾഡൻ ചാൻസ് മുന്നിൽ വന്നിട്ട് അതൊക്കെ തൊലച്ച് കളഞ്ഞില്ലേ നീ. അപ്പോൾ അബി സങ്കടത്തോടു കൂടി പറയാണ് ഞാൻ കൊട്ടേഷൻ കൊടുത്തവരുടെ നേതാവാ ഈ വെട്ടി സതീശൻ, അവൻ ജയിലിലായിരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും അവൻ നവ്യയെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തതും എല്ലാം ഒരുമിച്ചായിപ്പോയി, അവനാണെങ്കിൽ അവളോട് പ്രേമമാണെന്ന്. അപ്പോഴേക്കും ജലജ പറയാണ് എടാ എന്നാൽ പിന്നെ അവളെ തട്ടിക്കൊണ്ടുപോയി അവളോടൊപ്പം താമസിപ്പിക്കട്ടെ, അവനും അവളും കൂടി ഒന്നിച്ച് ജീവിക്കട്ടെ, നിന്നെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ പറ. അപ്പോൾ അബി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ അമ്മേ, ലോകം പിടിച്ചടക്കിയ സന്തോഷത്തിലായിരുന്നു, പക്ഷേ എത്ര പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായിപ്പോയത്. അപ്പോഴേക്കും ജലജ വീണ്ടും പറയാണ് എടാ അവൾക്കൊന്നും പറ്റിയില്ലല്ലോ, നിൻ്റെ തല പൊട്ടിയത് മാത്രം മിച്ചം, ഞാനൊരു മയത്തി തല്ലണമെന്നൊക്കെയാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും അവന്മാരെന്നെ പൊതിരെ തല്ലി തലയും അടിച്ചു പൊട്ടിച്ചു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, പക്ഷേ എന്തായാലും ഇനിയും ഞാൻ കാത്തിരിക്കും അമ്മേ ഒരവസരത്തിനായിട്ട്. അപ്പോൾ ജലജ പറയാണ് എനിക്ക് നിന്നെ വിശ്വാസമില്ല, ഇനി ഞാൻ തന്നെ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടി വരുന്ന തോന്നുന്നേ, എന്തായാലും നവ്യ എന്ന് പറയുന്നവളെ ഇനി മരുമോളായിട്ട് വെച്ച് പുലർപ്പിക്കാൻ പറ്റില്ല. ജലജ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. ഒന്നും പറയാനാവാതെ അബി അവിടെ നിൽക്കുന്നുണ്ട്. ഗോവിന്ദനോട് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് കനക. എൻ്റെ ഗോവിന്ദേട്ടാ, പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ആ ചന്തയിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു, ഇന്ന് നമ്മുടെ മൂത്ത മോൾക്ക് ആ ഗുണ്ടയുടെ ഭാര്യ ആവേണ്ടി വന്നേനെ. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്ദു പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ അമ്മേ, ഞാൻ അവിടെ പാഞ്ഞെത്തത്തില്ലേ,
അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് എൻ്റെ നന്ദൂട്ടാ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പറ്റിയില്ല. എന്നാലും അമ്മ ഒറ്റയ്ക്ക് ആ ഗുണ്ടകളെ ഫോളോ ചെയ്ത് പോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന ശേഷം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ദേ അമ്മേ, ഒരു കാര്യം പറയാം, ഇനി അങ്ങോട്ടേക്കൊന്നും പോവരുത് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വീണ്ടും കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവനൊക്കെ ഏത് ഗണത്തിലാണ് പെടുത്തുക. അപ്പം കനക പറയാണ്, അവൻ്റെ മനസ്സിൽ നവ്യമോള് കയറിക്കൂടിയിരിക്കുക. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനിയും സൂക്ഷിച്ചേ മതിയാവൂ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെയും സൂക്ഷിക്കണം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എന്തോ അയാളത്ര ശരിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അപ്പോൾ കനക പറയാണ്, അയ്യോ പാവം മോളെ, അടികൊണ്ട് അബിയുടെ തലയൊക്കെ പൊട്ടി. അങ്ങനെ ഒരാളെ പഴിക്കുന്നത് ശരിയാണോ മോളെ? എന്തൊക്കെയാ നടന്നേന്ന് ദൈവത്തിനെ അറിയൂ, നന്ദു പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ഫോൺ ബെല്ലടിയാണ്. ഒരു കൂട്ടുകാരനായിരുന്നു. ഡാ ഞാൻ എന്താ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു കോൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് കനകയോടായിട്ട് പറയാണ്, ഞാനൊന്ന് പുറത്തു പോയിട്ട് എന്ന് പറയുമ്പോഴേക്കും കനക പറയും, വേണ്ട പറ്റില്ല. അപ്പം നന്ദുവിന് ആ കൂടെ ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ്. വെറുതെ അങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട കനക പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദനെ നോക്കുകയാണ് നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വീട്ടിനകത്ത് തളച്ചിടരുതെന്ന് പറയച്ചാ. ദേ ഞാൻ പുറത്തു പോയി ഗുണ്ടകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ടെൻഷനായില്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യവും. അത് അമ്മ പുറത്തു പോകുന്ന പോലെ അല്ലല്ലോ ഞാൻ പോകുന്നത്. എനിക്ക് അത്യാവശ്യം തല്ലി നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ കനക പറയാണ്, എൻ്റെ നന്ദൂട്ടാ ആ കഴിവും കൊണ്ട് എൻ്റെ മോൻ ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ നന്ദുവിന് വീണ്ടും ദേഷ്യവും സങ്കടവും വരികയാണ്. അതെ, നീ പുറത്തു പോകുമ്പോൾ നിന്നെ ആരെങ്കിലും തല്ലുമെന്നല്ല ഞങ്ങളുടെ പേടി, നീ ആരെങ്കിലും തല്ലുമെന്നാ. അപ്പോൾ ഗോവിന്ദൻ അവിടെ ഇരുന്നിട്ട് മനസ്സിൽ ചിരിക്കുകയാണ്. നിന്നെ എന്തായാലും ആരും തട്ടിക്കൊണ്ടു പോവില്ല, നീ ഇനി ആരെങ്കിലും തട്ടുമെന്ന് എൻ്റെ പേടി. അപ്പോൾ ഗോവിന്ദനും ചിരിച്ചുകൊണ്ട് പറയാണ്, അത് ശരിയാ, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം അമ്മേ. വേണ്ട വേണ്ട വേണ്ട, അകത്തോട്ട് പോയിരുന്ന് എന്തെങ്കിലും പഠിക്കുമെന്നും പറഞ്ഞ് നന്ദുവിനെ തള്ളിക്കൊണ്ടുപോയി അകത്താക്കി വാതിലടച്ച് പൂട്ടുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അടച്ചിട്ടൊന്നും കാര്യമില്ല കനകെ, അവൾക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പോയിരിക്കും. അതെ ഗോവിന്ദേട്ടൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയേ പറ്റൂ. ഈ അച്ഛനെയാ കുട്ടികൾക്ക് പേടിയില്ലാത്തത്. അപ്പോൾ അയാളിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്നാലും കനകെ നമ്മൾ നമ്മുടെ മരുമോനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. അത് ശരിയാ, എന്നാലും സിനിമയിലെ നായകനെ പോലെയാ എല്ലാവരും തല്ലി ഒതുക്കിയത്. എന്നാലും ഇടയ്ക്കൊക്കെ ആദർശമോനും തല്ല് കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാൻ അറിയുന്ന കുട്ടിയാ, അത് നമ്മുടെ ഭാഗ്യ. പക്ഷെ ഇനിയിപ്പോൾ എൻ്റെ പേടി ഇതിൻ്റെ പേരിന് ആദർശമോൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്നാ. അനി ആകെ കൂടെ പരിഭ്രമത്തിലുള്ളത്. അവൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അനാമിയെക്കുറിച്ചാണ്. ഏതായാലും നന്ദുവിനൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നന്ദുവിനെ കോൾ ചെയ്യാണ്. നന്ദു നോക്കുമ്പോൾ അനിയുടെ കോളാണ്. എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും, അതിനാ വിളിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ കട്ട് ചെയ്യാണ്. അപ്പം അനി വിചാരിക്കും, അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലോ, എന്തായാലും ആ ദേഷ്യം മാറ്റിയേ പറ്റൂ. എന്നിട്ട് വീണ്ടും നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് നന്ദു കോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് വേണം, എന്തിനെങ്ങനെ ശല്യം ചെയ്യുന്നേ? ഞാനിപ്പോൾ ഒരു ശല്യമായല്ലേ? അപ്പം നന്ദു പറയുന്നുണ്ട്, അതേപ്പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തിനാ ഇപ്പോൾ വിളിച്ചത്? അത് പിന്നെ എനിക്ക് നന്ദുവിൻ്റെ ഒരു ഒപ്പീനിയൻ അറിയണമായിരുന്നു. തോന്നി അതിനാ ഇപ്പോൾ വിളിച്ചതെന്ന്. എന്താ ഇപ്പോൾ അറിയണ്ടേ? അപ്പം അനി മനസ്സിൽ വിചാരിക്കുകയാണ്, അനാമികയുടെ കാര്യം ചോദിച്ചാൽ വയലൻ്റ് ആവുമോ? എന്തായാലും മനസ്സിലുള്ളത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹലോ, എന്താ ഒന്നും പറയാത്തത്? നന്ദു, അത് പിന്നെ ഞാൻ അനാമികയുടെ. അപ്പോഴേക്കും നന്ദുവിന് ദേഷ്യം വരികയാണ്. വെച്ചിട്ട് പോവാൻ നോക്ക്, അവളുടെ കാര്യത്തിന് എന്നെ എന്തിനാണ് വിളിക്കുന്നേ? അവളെ എന്നെക്കാളും നല്ല ഫ്രണ്ടല്ലേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അവളോട് നേരിട്ട് പറഞ്ഞൂടെ? എന്തിനാ നന്ദു എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ ചൂടാവും. അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് അഭിപ്രായം പറയലല്ലോ എൻ്റെ ജോലി. ഇനി അവളുടെ കാര്യങ്ങൾ പറയാൻ എന്നെ വിളിച്ചേക്കരുത്. ശരി, ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അപ്പം നന്ദു നല്ല ചൂടിലായിരുന്നു. തൽക്കാലം എനിക്കൊന്നും സംസാരിക്കാനില്ല, വെക്കുക എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. നന്ദു എന്ന് അനി പറയുമ്പോഴേക്കും നന്ദു കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനകയുടെ കോള് വന്നത്. എടുത്തു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പറയുന്നത്, മോളെ ആദർശ് മോൻ എങ്ങനെയുണ്ട്? മോളെക്കുറിച്ചൊന്നും അറിയണ്ട, മരുമകനെക്കുറിച്ച് അറിഞ്ഞാൽ മതിയല്ലേ? അപ്പോൾ കനക ചിരിച്ചുകൊണ്ട് പറയും, മോളെ ഗുണ്ടകളുമായിട്ട് തല്ലുണ്ടാക്കിയത് ആദർശ് മോനല്ലേ? ഇത് എത്രാമത്തെ തവണയാണ് മോൻ അങ്ങനെ ചെയ്യുന്നത്? മോൻ എന്തെങ്കിലും ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കുഴമ്പിട്ടിട്ട് ചൂട് വെക്കണേ മോളെ. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. പിന്നെ അർമുഖ സാർ ഇവിടെ വന്നിട്ട് ചെക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ കനകയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ്. ഞാനും ആദർശേട്ടനും കൂടെ ഒന്നിച്ചാണ് അത് വാങ്ങിച്ചത്. ഇനി ആദർശേട്ടൻ്റെ കൈകൊണ്ട് തന്നെ അത് അച്ഛനും അമ്മയ്ക്കും തരണമെന്നുണ്ട്. എന്തിനാ മോളെ ഇനി അതിനു വേണ്ടി മോനെ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത്? എന്നാൽ പിന്നെ മരുമകനെ വരുത്തണ്ട, അമ്മായിയമ്മ ഇങ്ങോട്ടേക്ക് പോര്. അയ്യോ, ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് മോളുടെ അമ്മായിയമ്മയെ ഫേസ് ചെയ്യാൻ ഒരു പേടിയാണ്. അപ്പം ഞാൻ പറയാണ്, മീനമാസത്തിലെ പൗർണമിയായ നാളെ ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടത്തുന്നതാ. അതിൽ അച്ഛനും അമ്മയും വരണമെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത്. വേണ്ട മോളെ, അതൊന്നും മോളുടെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അമ്മായിയമ്മ അമ്മയെ നേരിട്ട് വിളിച്ചാലോ? ഒരിക്കലും അങ്ങനെ വിളിക്കില്ല, കനക അത്ഭുതത്തോടുകൂടി പറയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, വിളിച്ചാൽ വരുമോ? അത് എന്തൊരു ചോദ്യമാണ് മോളെ. എൻ്റെ മരുമോൻ്റെ അമ്മ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമോ? എങ്കിൽ പിന്നെ വിളിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറയാണ്. അപ്പോൾ കനക ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിളിച്ചാൽ ഉറപ്പായിട്ടും അമ്മ വരും അല്ല മോളെ?
നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ലോഹ്യത്തിലാണോ? അപ്പം നയന പറയാണ്, അങ്ങനെയൊന്നുമില്ല അമ്മേ, എങ്കിലും പറഞ്ഞു നോക്കാം. അതിനു വേണ്ടി ഇനി നിർബന്ധിക്കണ്ട മോളെ. അതേ, സ്വന്തം മക്കൾ പോലും ഇതുപോലെ സാഹസം ചെയ്ത് സ്വന്തം വീട്ടുകാരെ രക്ഷിക്കില്ല. ആ സ്ഥാനത്താ എൻ്റെ മരുമോൻ ഇത് 2ാം തവണ ഗുണ്ടകളുമായിട്ട് അടി കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ രക്ഷിക്കുന്നത്. ആ മരുമോനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അറിയാം അമ്മേ, അതുകൊണ്ട് ഇവിടെ എനിക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എത്ര ആട്ടും തുപ്പും സഹിക്കേണ്ടി വന്നാലും ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് വേണം മോളെ, ഇതുപോലൊരു നല്ല ഭർത്താവിനെ കിട്ടിയത് മോളുടെ മഹാഭാഗ്യ. നേനക്കത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതുമകളൊന്നും തന്നെ ഇല്ല, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥവിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.